അപ്പൊ നമ്മുടെ UK സാമ്രാജ്യത്തിലെ ആകപ്പാടുണ്ടായിരുന്ന നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ ചെടി പോണ നോക്ക്. പൊന്നുവിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ കൂട്ടുകാർ, ഇന്നലെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, ഏകദേശം പാക്കിംഗ് കഴിഞ്ഞോ. അപ്പൊ കുറെ സാധനങ്ങൾ ബാക്കിയുണ്ട്. നമ്മുടെ ക്യാരവാനിനെല്ലാം ഒഴിവാക്കണല്ലോ, അത് കാരണം നമ്മൾ ക്യാരവാനിനെല്ലാം ഒഴിവാക്കുന്ന സമയത്ത് തന്നെ പാക്ക് ചെയ്ത് നമ്മളിപ്പോ ചേച്ചിന്റെ വീട്ടിലാണുള്ളത്, അവിടെ വെച്ചേക്കാണ്. അപ്പൊ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇനി മാറ്റാനുണ്ട്. നമ്മൾ പെട്ടിക്കകത്തൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ രസനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക. എന്നെ പറ്റി ഞാൻ ചിക്കൻ ചൂടാക്കി വെക്കാന്ന് വെച്ചിരുന്നേ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പൊന്നു വിളിച്ചു, അപ്പൊ ഞാൻ മോളിൽ പോയി. ഞാൻ ഇന്നലെ ഉണ്ടാക്കി ചിക്കൻ കറി കത്തിച്ച ദുഷ്ടാ. താങ്ക് യു. കേട്ടപ്പോ ഞാൻ എന്ത് സംഭവിച്ചു ഓടി വന്നോ. അത് അവിടെ മറ്റേ ഈ ഫയർ അലാമിന്റെ ഒച്ച കേട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ തീയൊക്കെ വന്നാല് മീൻസ് എന്തെങ്കിലും പുകയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഫയർ അലാം ഉണ്ട് കേട്ടോ. ഈ സാധനം കണ്ടോ, ഈ സാധനം വീട്ടിൽ എന്തെങ്കിലും പുകയോ അങ്ങനെ കരിഞ്ഞ് എന്തെങ്കിലും കത്തിയാൽ കിടന്നിട്ട് അലാറം അടിക്കാൻ തുടങ്ങും. ഭയങ്കര കീ എന്ന് പറഞ്ഞ ഒച്ച കേട്ടോ. പരിസരം മൊത്തം ഒച്ച കേൾക്കാം. അങ്ങനെ കേട്ടിട്ട് നമ്മൾ ഓടിയിട്ട് ഇത് ഓഫാക്കണം, ഇവിടെ നിന്നിട്ട് ഞെക്കിട്ട് ഓഫാക്കണം. ഓഫാക്കിയിട്ടില്ല പിന്നെയും ഒച്ച കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഫയർഫോഴ്സിൽ ആൾക്കാർ വരും തീ അണയ്ക്കാൻ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു തലവേദന, പനി പോലെയൊക്കെയാണ്, ക്ഷീണാണ്. പനീന്റെ ലക്ഷണമായിട്ട് പോലുള്ള സാധനങ്ങളുമായിട്ട് ഞങ്ങള് മാഞ്ചസ്റ്ററിന് പോവാണ് കൂട്ടുകാരെ. ഇപ്പൊ അതെ, നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ ഇനി നമ്മള് ക്യാരവാൻ ഒഴിവാക്കണല്ലോ. അപ്പം നമ്മുടെ ഇത്ര നാൾ ഉപയോഗിച്ചിരുന്ന പൊടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ഹെരസണ്ണനും നമ്മുടെ കസിനും ഒക്കെ കൊടുക്കണം, അഞ്ചു ചേച്ചിക്കും കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ഇപ്പോൾ ക്യാരവാൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ക്യാരവാൻ്റെ അവസ്ഥ. ഇത് അഞ്ചു ചേച്ചിക്ക്, ഇത് ഹെലസണ്ണൻ, അങ്ങനെ എല്ലാം കൂടി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഇനിയിപ്പോൾ കുഞ്ഞുവിൻ്റെ ഈ ബൗൺസിങ് ചെയറും ബാത്ത് ടബും പിന്നെ കുഞ്ഞിനെ കിടത്തുന്നതൊക്കെ നമുക്ക് ഇനി കൊടുക്കണം. എല്ലാം മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് നമ്മൾ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രീ ആയിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, സാധനങ്ങളൊക്കെ കണ്ടോ, ഹെലസണനുള്ള സാധനങ്ങളാണ് ആ കാണുന്ന മൊത്തം. അപ്പൊ അത് മൊത്തം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാ? മാഞ്ചസ്റ്റർ. പക്ഷെ അതിന് മുന്നേ ഉണ്ടല്ലോ, നമുക്ക് വണ്ടീന്റെ ഫ്രണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. കണ്ടോ, ഈ ചെളി മൊത്തം വെച്ചോണ്ട് നമ്മളങ്ങനെ പോകുന്ന കുറച്ച് ബോറായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇതുണ്ട്, വെള്ളവും ഉണ്ട്. ബാക്കി നമ്മളന്ന് നിറച്ച വെള്ളം കേട്ടോ. അപ്പോൾ ചുമ്മാ കളയണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തും വെള്ളമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പോവാൻ. അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് അങ്ങ് ഒഴിക്കാം. അവിടെ ചെളി പോണ നോക്ക്, ഇങ്ങനെ ചെളിയായിരുന്നു കേട്ടോ. വെള്ളം ഒഴിക്കാം. പോട്ടെ. കണ്ടോ, നമ്മുടെ ഈ ബോണറ്റിലായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ചെളി ഉണ്ടായിരുന്നേ. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കേട്ടോ. വണ്ടീൻ്റെ ഫ്രണ്ട് വശമൊക്കെ കഴുകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കിലോട്ടൊക്കെ നോക്കിയാൽ മൊത്തം ചെളി തന്നെയാണ് കേട്ടോ. പുറയിൽ നമ്മൾ വാഷിന് കയറ്റിട്ടാണ് കറക്റ്റായിട്ട് ക്ലീൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തട്ടിക്കൂട്ടിയാണ് ഫ്രണ്ട് കഴുകിയേക്കുന്നത്. പൊന്നുവിനെ കണ്ടോ, പൊന്നുവിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇതിന്റെ പരിപാടിയും സാധനങ്ങളെല്ലാം കയറ്റിതെല്ലാം പുറത്തേക്ക് എടുക്കലും എല്ലാം തുണീന്റെ പരിപാടികളും എന്താ പറഞ്ഞാൽ കൊണ്ടുപോകാനുള്ളത് വേറെ, ഇവിടെ കൊടുക്കാനുള്ളത് വേറെ, അങ്ങനെ മൊത്തത്തിൽ. അതിൻ്റെ കൂടെ കുഞ്ഞിപ്പെണ്ണിനാണേല് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്നുമില്ല, ഞാൻ കൂടെ വേണം, അങ്ങനെ വാശിയൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മളിപ്പോ നേരെ ഇനി ഹെലസണ്ണന് കൊടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ നേരെ മാഞ്ചസ്റ്ററിലേക്ക് വിടുവാട്ടെ. ഇപ്പം വണ്ടി സെറ്റ് ആയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മൊത്തം എന്താണ്, മൊത്തം ലോറി പോലെയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ വണ്ടി ഇപ്പോ. അപ്പൊ എല്ലാം സെറ്റായി, നമ്മളപ്പോ നേരെ ഇനി മാഞ്ചസ്റ്ററിലേക്ക്. അന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മൾ ബക്സ്റ്റണിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അന്ന് പോയാല് നമ്മുടെ ക്യാരവാൻ ഉണ്ടായിരുന്നു. ക്യാരവാനെ പോയിട്ട് വരാട്ടോ. ക്യാരവാൻ അവിടെ കിടപ്പുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ബക്സ്റ്റണിൽ പോയപ്പോ നമ്മൾ ക്യാരവാനും കൊണ്ടായിരുന്നു പോയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ ക്യാരവാൻ ഇല്ല, നമ്മള് കാറും കൊണ്ട് മാത്രമാണ് പോകുന്നത്. അതെ. അപ്പൊ ഷിനോയ് ചേട്ടായി ഇവിടെ ഉണ്ട്. ഷിനോയ് ചേട്ടായി കുറച്ച് വർക്കിന്റെ പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇനി നേരെ വിട്ടു കേട്ടോ. അപ്പൊ കൂട്ടുകാരത് മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണോ? ആ, റൈറ്റ് ഓർ ലെഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് നല്ല സേഫ് ആയിട്ട് നല്ല ഗുഡ് സ്ലീപ്പാണ്. കുഞ്ഞിപ്പെണ്ണിന്റെ നെറ്റിയിലൊക്കെ
ഇന്നലെ ആ ബാത്തബില് കിടന്ന് നീന്തി നുഴഞ്ഞു കൊറേ വെള്ളത്തിട്ട് കളിച്ചോ, കൊറേ നേരം വെള്ളത്തിൽ കളിച്ചു. തല നനച്ചില്ല, തലയല്ല അവള് കാലിട്ട് അടിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത്ര ഇതായിട്ടല്ലേ ഉള്ളൂ, കാലൊക്കെ ഇട്ട് അടിക്കാനായെന്നൊന്നും അറിയില്ല. അവള് കാലിട്ട് അടിച്ച് പിച്ചനെ നോക്കി പൊട്ടി പിരിച്ചിരിക്കുകയായിരുന്നു അല്ലേ. സന്തോഷാട്ടോ പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര. ഇപ്പൊ നല്ല ഉറക്കാട്ടോ. മുഖത്ത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, മാന്തി പറിച്ച് വെച്ചേക്കാ മൊത്തം കുറുമ്പി. സാധാരണ വണ്ടി കേറുമ്പോ കൂ കൂ കൂന്ന് പറയുന്ന മിസ് ചെയ്യുന്നു അതിന്റെ ഒച്ച. ആ സാധാരണ വണ്ടി കയറിയാല് സയറിനടിക്കുന്ന പോലെ. പിന്നെ പരാതിയാ പൊതുവെ വണ്ടി കയറുമ്പോ അറിയാലോ, കൂന്ന് പറഞ്ഞ വണ്ടി എടുത്തില്ലേ പിന്നെ പരാതിയാ. ഉറങ്ങാനല്ലേ നല്ലതല്ലേ. അപ്പൊ കൊറേ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട് ലൈവ് വരണമെന്ന്. ആ കൊറേ ആൾക്കാർ ലൈവ് വരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ലൈവ് വരാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ചെയ്യാം. നേരത്തെ നമ്മൾ പോസ്റ്റ് ഇടും കേട്ടോ, കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ നേരത്തെ പോസ്റ്റ് ഇടാം നമ്മൾ എപ്പോഴാണ് ലൈവ് വരുന്നതെന്ന്. എല്ലാവരും മറക്കാണ്ട് നമ്മളെ കാണാൻ വരണേ. ഞാനൊരു പാരസെറ്റാമോൾ കഴിച്ചാലോ? അപ്പൊ നമ്മള് വെള്ളമൊക്കെ എടുത്തിട്ടാ പോന്നെ. എന്തായാലും ഒരു പാരസെറ്റാമോൾ കഴിച്ചേക്കാം. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇപ്പൊ എത്രയുണ്ട്? ഞാൻ 182 മൈലുണ്ട് കേട്ടോ നമുക്ക് പോവാൻ. അതായത് ഏകദേശം ഒരു 130 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് മാഞ്ചസ്റ്റർ വരെ. അപ്പൊ നമ്മള് മാഞ്ചസ്റ്ററിൽ പോയിട്ട് ഹെലസണ്ണൻ ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരും കേട്ടോ. നമ്മൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണം, കാരണം നമുക്ക് ഇനി അധികം ടൈം ഇല്ല. നിങ്ങൾക്ക് അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലോങ് ജേർണി ആട്ടോ. പനി പിടിച്ചിരിക്കുന്നതാണ് നമുക്കൊരു. അങ്ങോട്ട് ഇങ്ങോട്ട് പോവണം, പോയേ പറ്റുള്ളൂ. കാരണം ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് വണ്ടി കച്ചവടമാക്കണം. അല്ലേല് വണ്ടി കച്ചവടമാക്കാൻ പറ്റില്ല. ക്യാരവാൻ നോക്കാൻ വരുന്നവർക്ക് ഭയങ്കര, നമ്മുടെ സാധനം ഇരിക്കുമ്പോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാണാൻ വരുമ്പോ. ഒന്ന് ഇച്ചിരി ക്ലീൻ ആക്കിയിട്ടൊക്കെ കൊടുക്കണ്ടേ. നമ്മള് ക്യാരവാനും നമ്മുടെ വണ്ടി നമ്മൾ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ ക്യാരവാൻ ലൈഫ് അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് വണ്ടിയും നമ്മുടെ ക്യാരവാനും മൊത്തം നമ്മളിങ്ങനെ കച്ചവടമാക്കുകയാണ്. സാരല്ല, മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം ക്യാരവാൻ ലൈഫ്. പക്ഷെ നമുക്ക് നാട്ടിൽ വരുവാന്നുള്ള സന്തോഷമുണ്ട്. നാട്ടിലേക്ക് ക്യാരവാൻ കൊണ്ടുവരാൻ പറ്റിയായിരുന്നെങ്കിൽ ഇതുണ്ട്, നല്ല രസമല്ലേ. അപ്പൊ ഇവിടെ തിരിച്ചു വരും വരെ നിർത്തിയിട്ട് പോയിട്ട്, അങ്ങനെ നിർത്തിയിട്ടിട്ട് നമുക്ക് പോരാനും പറ്റില്ല. എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാരവാനും വണ്ടി എന്ത് ചെയ്യും ദാസ, ചെയ്യും വിജയ. അങ്ങോട്ടോ കൊറേ പുകക്കുഴല് പോലത്തെ. പിന്നെ സ്ഥലം ഓർക്കുന്നുണ്ടോടാ? നമ്മുടെ സ്ഥലം നമ്മൾ ഇഴഞ്ഞിഴഞ്ഞങ്ങനെ പോയ സ്ഥലം ഇത്. നമ്മള് ക്യാരവാനും കൂടെ ഓർക്കുന്നില്ല. അന്ന് ആ കയറ്റം വലിയ ഈ വളവ് കഴിഞ്ഞിട്ടാണ് ആ കയറ്റം വരുന്നത്. മുട്ടൻ കയറ്റം വരുന്നത്. ഓർമ്മകൾ ഓടക്കുഴലൂതും ടുടു അവൻ ഐസ്ക്രീം ഇപ്പാനോ കഴിഞ്ഞിട്ടുന്ന്. കേറ്റമെത്തിയിലോ. അന്ന് വണ്ടി വലിയോണ്ടിരുന്നല്ലേ. അന്ന് നമ്മള് പാടുപെട്ട കയറ്റാട്ടോ ഇത്, മുട്ടൻ കയറ്റം. അങ്ങനെ നമ്മൾ മലയോരം കേറിയിരിക്കുകയാണ്. നമ്മൾ ഇനി വെറും 33 മിനിറ്റ് കൊണ്ട് ഹെലസണ്ണന്റെ വീട്ടിലെത്തും. കൂട്ടുകാരെ, അപ്പൊ നമ്മളിതാ ഈ വഴിയിലെത്തി. നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട്. ഹെലസണ്ണ അവിടെ കാത്തിരിക്കട്ടോ, കുറച്ചേരം കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഹെലസണ്ണ ഇപ്പൊ മുടിയൊക്കെ ചെയ്ത് സുന്ദരനായിട്ട് വരും കേട്ടോ. ഇടിച്ചോളാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് സാധനമൊക്കെ ഹെലസണ്ണന് കൊടുക്കാനുള്ളൊക്കെ കൊടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാ കുഞ്ഞിപ്പെണ്ണു നല്ല ഫുഡൊക്കെ കഴിച്ചു. വന്നിട്ടാണ് മുടിയൊക്കെ പൊന്തിയിരിക്കുന്നത്. പുറത്ത് നല്ല മഴയാട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പുറത്ത് നല്ല മഴയാ, കാണാവോ? പുറത്ത് നല്ല മഴയാട്ടോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോ നല്ല മഴ. വേഗം തന്നെ പോവണം. എനിക്ക് ഒന്നാമത് പനി ആയത് കാരണം എനിക്കൊരു മോഡില്ല. ഒരു നല്ല പനിക്കുന്നുണ്ട്, പനി നല്ല തലവേദന ഉണ്ട്. അപ്പൊ ഹെലസണ്ണൻ കോള എടുക്കാൻ വേണ്ടി പോയാ. ഹെലസണ്ണൻ കോളയും കൊണ്ട് വന്നു. അമ്മേ, ആ പ്രാവ് പീഡിപ്പിച്ചതാണ് എന്നെ. ഇവിടെ മഴയില്ലടോ. പനി പിടിക്കല്ലേ എവിടെ പനി? ഇനി എവിടെ പിടിക്കാനാവും? ഞാൻ നനഞ്ഞടാ.
ഫോണ് നനഞ്ഞു. നമ്മുടെ വണ്ടി കണ്ടോ, വണ്ടി നല്ല ക്ലീൻ ആയിട്ടോ. അൺലോക്ക് ചെയ്യ ഫസ്റ്റ്. പിന്നെ ഈ തല കാണിക്കല്ലേ. അൺലോക്കായി. അപ്പൊ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെയും പൊന്നുവിനെയും കൂടെ വണ്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി അപ്പൊ ഹെലസമ്മനെ കൂട്ടാനായിട്ട് താഴേക്ക് വേണം കേട്ടോ. അല്ലെ മഴയാണ്, നല്ല മഴ കേട്ടോ. നല്ല മഴ കേട്ടോ. ഇപ്പൊ മഴ കുറവുണ്ട്. ചാറ്റ് ഇങ്ങനെ ചാർക്കൊണ്ടിരിക്കുക. പുറത്താണേല് അമ്മേ വെയില് നല്ല തണുപ്പും വെയിലും. ഹെലസണ്ണ അപ്പോ എല്ലാവിധ മംഗളങ്ങളും താങ്ക് യു. അപ്പൊ എല്ലാം എനിക്ക് ഭയങ്കര തണുപ്പ്, പനീന്റെ. ഹാപ്പി ജേണി. അപ്പൊ UK ലൈഫ് എൻജോയ് ചെയ്യാ, ഇടയ്ക്കിടയ്ക്ക് വിശ്വാസങ്ങളൊക്കെ പറയാ, വിളിക്ക. ഇപ്പൊ നമ്മുടെ UK സാമ്രാജ്യത്തിലെ ആപ്പാടുണ്ടായിരുന്ന നമ്മുടെ ഉറ്റ സുഹൃത്ത് ഹെലസ്. ബൈ ബൈ. ഓക്കേ, ടാറ്റാ. ഇടയ്ക്ക് നമ്മളെല്ലാ ദിവസം വിളിക്കുന്നല്ലേ. അതെ, നാട്ടിൽ ചെന്ന കല്യാണമൊക്കെ കഴിഞ്ഞാൽ തിരക്കല്ലേ. ഓ, നമ്മള് തിരക്കാണോ? നമ്മള് തിരക്കായിരിക്കും. ഓക്കെ, ശരി എന്നാ. ബൈ വഴി. ബൈ വഴി. അയ്യോ, വെയില്. ഓക്കെ ഓക്കെ. എന്റെ കൂട്ടുകാരോട് വരാന് കുറുക്കന്റെ കല്യാണം ഞാൻ. അപ്പൊ നമ്മള് മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴും കുറുക്കന്റെ കല്യാണം തന്നെ കേട്ടോ. വെയിലും മഴയും ഒന്നിച്ച്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? എന്തൊക്കെയോ ഒരു വിഷമം ഉണ്ടോ? അതെ, ഹെലസണ്ണനെ മാത്രമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോവല്ലേ, പാവം. മഴവില്ല് കാണുമ്പോ സന്തോഷല്ലേ നമുക്ക്. ആ കുഞ്ഞെ മഴവില്ല്. ബേബി മഴവില്ലിനെ ചീത്ത അറിയാ? കുഞ്ഞെ നീ കണ്ടില്ലല്ലോ, നീക്ക് ഞാൻ വീഡിയോ എടുത്തേക്കാട്ടോ. മഴവില്ല് കറക്റ്റ് ഷേപ്പില് കണ്ടോ, നോക്ക്. സൂപ്പർ ആട്ടോ. ഞാൻ കൊറേ പശുക്കൾ വെക്കുന്നോക്ക് കാണാമോ നിനക്ക്? എല്ലാ പശുക്കളും അടിച്ചിട്ടേക്കുന്നേ. ഇതിന് മൂക്കയറൊന്നും ഇല്ലാട്ടോ ഇവിടെ മൂക്കയറോ അല്ലാണ്ട് കയറോ ഒന്നും ഇല്ലാട്ടോ. പശുവിനെ ഫ്രീ ബേർഡായിട്ട് വിട്ടേക്കുവാണ്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇവിടെ ആയിരിക്കും കേട്ടോ. മഴയും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ നടക്കാതെ. ഇവിടെയുള്ള പശുക്കളൊക്കെ മഴയൊക്കെ കൊള്ളുന്നുണ്ടല്ലോ. നമ്മളെ നാട്ടിലുണ്ടല്ലോ, മഴ പൊളിച്ച പനി വരും തൊഴുത്തി കെട്ടിയിട്ടു അല്ലേ. മഴച്ചാറ്റിൽ വരുമ്പത്തേക്ക് ഓടി പറമ്പിൽ പോയി അയച്ച് ഓടി വരില്ല നമ്മള്. അപ്പൊ കൂട്ടുകാരെ, നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പനിക്കുന്നുണ്ട് എന്നെ. തിരിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിൽ തട്ടുന്ന പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ വെയിൽ തട്ടാണ്ടിരിക്കാൻ അവളുടെ മസ്ലിൻ ക്ലോത്ത് ഇവിടെ വിരിച്ചിട്ടതാണ്. കുഞ്ഞിപ്പെണ്ണ് ഇതിന്റെ ഉള്ളിലുണ്ട്. നോക്കുവാ പുറത്തേക്ക് നോക്കി ഭയങ്കര വർത്താനം. അവള് ഭയങ്കര എൻജോയ് ചെയ്യും കേട്ടോ യാത്ര. അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഏകദേശം ഒരു 55 മിനിറ്റും കൂടി ഉണ്ട്. ഇനി കേട്ടോ, മഴവില് കറക്റ്റ് ഷേപ്പിൽ കിട്ടി. മഴവില്ലിന് ഏതൊക്കെയാ നിറങ്ങൾ കുഞ്ഞാ? ഇവിടെ മഴ, അവിടെ വെയില്. അമ്മ കൂട്ടുകാരെ, അപ്പൊ ഒന്നിന് വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കസിന്റെ അടുത്ത്, അഞ്ചു ചേച്ചിന്റെ അടുത്ത് സാധനം കൊടുക്കാൻ പോണം. അപ്പൊ വണ്ടിയിലാണ്, ക്യാരവാനിൽ ഇരിക്കുകയാണ്. എല്ലാ സാധനവും കൊടുക്കാനുള്ളത് അതൊക്കെ ഇനി അഞ്ചു ചേച്ചിക്കും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ള സാധനമൊക്കെ കൊടുത്തു തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യുന്നു, ക്യാരവാൻ ക്ലീൻ ചെയ്യുന്നു, വണ്ടി ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വിൽക്കാനിടണം കേട്ടോ. വിൽക്കാനിടണം. പാരസെറ്റാമോളൊക്കെ കഴിച്ചു നോക്കണം. ഭയങ്കര ക്ഷീണമുണ്ട്, മേലും കൈ വേദനയാണ് ഭയങ്കര. കുളിരാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഉള്ളിലാ പനി. അപ്പൊ കൂട്ടുകാരെ, പാതിരാത്രി 12 മണി ഓടുന്നുണ്ടോ അമ്മര് നമ്മുടെ ക്യാരവാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ബാക്കി ഇനിയുള്ള സാധനങ്ങൾ അഞ്ചു ചേച്ചിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പൊ ഇനി അഞ്ചു ചേച്ചീനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പം. അയ്യോ എന്റെ കാര്യം. അതായത് ഇന്ന് നമ്മൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്യാരവാനിന്ന് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ മാഞ്ചസ്റ്ററിൽ പോയി വന്നു. ഇനിയിപ്പം കോവൻട്രി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അഞ്ചു ചേച്ചി ഉള്ളത്. അപ്പൊ അവിടെ കൊടുക്കാനുള്ള സാധനങ്ങളും എല്ലാം കൂടെ കൊടുത്ത് ഇന്ന് അങ്ങനെ നമ്മുടെ ക്യാരവാൻ മാക്സിമം എംപ്റ്റി ചെയ്യാൻ പറ്റണം. അതാണ് ലക്ഷ്യം. അതാണ് ആ ലക്ഷ്യം. അപ്പൊ കൂട്ടുകാരെ,
മാത്രം സാധനങ്ങളൊക്കെ വെറുക്കുന്നുണ്ട് കേട്ടോ. പാട്ടിലോറിയും കൂടെ ഒന്നും ഉണ്ടല്ലേ എനിക്ക് ചപ്പാത്തി വറുത്തതൊക്കെ എനിക്കുണ്ട്. പരസ്യപ്പറ്റി കഴിക്കുക ചപ്പാത്തി വറുത്തത് ഓർമ്മ എന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ ഇരുന്ന് വരുത്തണോ? പിന്നെയും കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക്. ഒരു നാടെ ബൈക്ക് കണ്ടിട്ട് ബൈക്ക് കയറിയിട്ട് തുടർന്ന് പറഞ്ഞു ബൈക്കുന്നു. അത് കേറി പറപ്പിച്ചാൽ എന്തിരിക്കും ഞാൻ ഓടിക്കോ? തല വെച്ചോണ്ടാ എന്റെ ഉണ്ട്. പോവല്ലേ ചുച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ ചുച്ചിയമ്മേന്റെ അടുത്ത് ചെല്ലുമ്പോ ചുച്ചിയമ്മേന്റെ അടുത്ത് പോവാനോ? അങ്ങനെ കൂട്ടുകാരെ ഇന്നത്തെ പ്ലാൻ മൊത്തം സക്സസ്. അങ്ങനെ ഇന്നത്തെ മിഷൻ കംപ്ലീറ്റ് ആയി കൂട്ടുകാരെ. നമ്മൾ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു, അവിടെ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. നല്ല സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ കസിൻസിനും ഒക്കെ ആയിട്ട് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരവാൻ ഏകദേശം എംപ്റ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നാളെ കാണാം. ഓക്കേ. എനർജി ഒന്നും ഇല്ലടാ പറയാൻ. കഞ്ഞി വിളിച്ച് കടന്നുറങ്ങാം.